വസന്ത് സിറിയക് ഇതിപ്പം അവരുടെ ഒരു 5 മാനിഫെസ്റ്റോ ഉണ്ട്. അതിലിപ്പോൾ ഈ വിരമിച്ച ചീഫ് ജസ്റ്റിസുമാർക്ക് രാജ്യസഭാ സീറ്റ് നൽകില്ല, ഈ ഗോദി മീഡിയ അവതാരകർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കണം, അംബാനി അദാനി അവർ ഉടമസ്ഥകളായിട്ടുള്ള ചാനലുകൾ അടച്ചുപൂട്ടും, അങ്ങനെ പറയുന്ന കാര്യങ്ങളുണ്ട്. 5 മാനിഫെസ്റ്റോയിൽ തന്നെ കാര്യങ്ങൾ നോക്കിയാൽ അവർ ബി ജെ പിയെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. കോൺഗ്രസിന്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും അതിൽ പങ്കാളികളാകേണ്ട യുവാക്കളാണോ ഇപ്പോൾ CJP ആയി മാറുന്നത്? അപ്പൊ കോൺഗ്രസിന്റെ ഇടയിൽ കോൺഗ്രസിൽ സ്പേസ് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ സ്വയം ഒരു പാർട്ടി രൂപീകരിക്കുന്നു എന്ന് പറയാമോ? അല്ല, അത് ഇതിൽ 2 പ്രശ്നമുണ്ടല്ലോ ആര്യ. ഒന്ന്, ആർട്ടിക്കിൾ 21 രാജ്യത്ത് അഭിമാനത്തോടു കൂടി മനുഷ്യന് ജീവിക്കാനുള്ള, സ്വന്തം സ്വത്വബോധത്തിൽ ജീവിക്കാനുള്ള, ഡിഗ്നിറ്റി സംരക്ഷിക്കാനുള്ള ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റിൽ ഒന്നിനെയാണ് അത് സംരക്ഷിക്കേണ്ട ചീഫ് ജസ്റ്റിസ് ചോദ്യം ചെയ്യുന്നത്. ഇപ്പോ അങ്ങ് എന്റെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്താൽ എനിക്ക് എൻ്റെ അടുത്ത് റിട്ടാണ് ഫയൽ ചെയ്യാൻ പറ്റുക. പ്രേക്ഷകരുടെ അറിവിലേക്ക് ആ റിട്ട് ഫയൽ ചെയ്യുമ്പോൾ ഞാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലാണ് ചെല്ലുക. ആ ചീഫ് ജസ്റ്റിസ് തന്നെ ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എവിടേക്കാ പോകാൻ പറ്റുക? രാജ്യത്തെ മുഴുവൻ യുവാക്കളെ കോക്രോച്ചുകൾ, പാറ്റകൾ എന്ന് വിളിച്ച് അപമാനിച്ചിരിക്കുന്നത് അതേ CJA ആണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. അദ്ദേഹത്തിന്റെ ബെഞ്ചിലേക്ക് നമുക്ക് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പ്രതി ചേർത്തുകൊണ്ട് നമ്മുടെ ഒരു അവകാശ ലംഘനം ഉണ്ടായപ്പോൾ അതിന് ചെല്ലേണ്ട സ്ഥലം തന്നെയാണ് അവകാശം ലംഘിച്ചിരിക്കുന്നത്. അപ്പൊ എവിടേക്ക് പോകും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യത്തെ അഡ്രസ് ചെയ്താണ് CJP എന്ന് പറയുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഇവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കാലങ്ങളായി കോൺഗ്രസ് പറയുന്നതാണ്. ഈ വിരമിച്ച ചീഫ് ജസ്റ്റിസുമാർ, വിരമിച്ച ജഡ്ജിമാർ അവർ രാജ്യസഭയിലേക്ക് ഒരു പാർട്ടിയുടെ നോമിനിയായി വരുന്നത് വലിയ മെസ്സേജാണ് കൊടുക്കുന്നത്. അവർക്ക് അധികാരത്തിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വഴങ്ങി തന്നാൽ അധികാരത്തിന്റെ വെളിയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സുഖവാസം, നിങ്ങളുടെ റെസ്റ്റ് ലൈഫ് ഒരു ഹാപ്പി ലൈഫാക്കി മാറ്റാം എന്നൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് എന്നത് കാലങ്ങളായി കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ സമരം ചെയ്യുന്നുമുണ്ട്. ഇപ്പോ ഈ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച നീറ്റുമായി ബന്ധപ്പെട്ട് NTA ഒരു സ്വയം പ്രഖ്യാപിത അന്വേഷണത്തിലേക്ക് കഴിഞ്ഞ വർഷം പോകേണ്ടി വന്നത് യൂത്ത് കോൺഗ്രസിന്റെയും NSUവിന്റെയും ഒക്കെ സമരത്തിന്റെ ഭാഗമായാണ്. അപ്പൊ ഞങ്ങളത് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സ്പേസ് ഇവർ കവർന്നെടുക്കുന്നോ, കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു മൂവ്മെന്റ് കവർന്നെടുക്കുന്നോ എന്ന ഭയമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്നത് തന്നെയാണ് അവരും പറയുന്നത്. അവിടേക്ക് കുറച്ചുകൂടി പൊളിറ്റിക്കൽ അല്ലാത്ത യൂത്തിനെ മൊബിലൈസ് ചെയ്യാൻ, അട്രാക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു എന്നത് നല്ലതാണെന്നേ. പ്രതിപക്ഷ ശബ്ദങ്ങൾ ഇപ്പൊ വിഘടിച്ചാണെങ്കിലും ഒരുമിച്ചാണെങ്കിലും ഒരു പ്രതിപക്ഷ ശബ്ദം ഉണ്ടാവുന്നത് എപ്പോഴും ജനാധിപത്യത്തിന് നല്ലതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു യുവാവ് എന്ന നിലയിൽ കൂടി. അപ്പോ സ്വന്തം ആത്മാഭിമാനത്തെ ഒരു പരമാധികാരി ചോദ്യം ചെയ്യുമ്പോൾ, അതിപ്പോ ഈ പറയുന്ന ഡെമോക്രാറ്റിക് ലൈനിലെ പരമാധികാരിയല്ല, നിയമത്തിന്റെ പരമാധികാരി ചോദ്യം ചെയ്യുമ്പോൾ അയാൾക്കെതിരെ കൈ ഉയർത്താൻ അയാൾക്കെതിരെ വിരൽ ഉയർത്താൻ എന്നെ പോലെയുള്ള മറ്റു യുവാക്കൾ മറ്റൊരു വഴി കണ്ടെത്തുമ്പോൾ അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ നേപ്പാളിൽ, മറ്റുള്ള നമ്മുടെ സമീപ രാജ്യങ്ങളിലൊക്കെ ഇത്തരം ജെൻസി മൂവ്മെന്റുകളാണ് അവിടുത്തെ സർക്കാരുകളെ താഴെ ഇറക്കിയത്. ആ ഭയം നരേന്ദ്രമോദി ഭരണകൂടത്തിന് ഉള്ളത് കൊണ്ടാണ് പെട്ടെന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നു, ഇത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ്. അത് കണ്ടുകൊണ്ട് ഉടനെ തന്നെ അവരെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക, ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ഏകാധിപത്യത്തിന്റെ പ്രവണതയാണ്. അത് നരേന്ദ്രമോദി ഭരണകൂടം കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവർ എക്സ് അക്കൗണ്ട് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുന്നത്. അങ്ങനെയുള്ള മൂവ്മെന്റുകളിലേക്ക് പോകുന്നത് ജെൻസികളാണ്. അവരെ നമുക്കറിയാലോ, യുവത എന്ന് പറയുന്ന എല്ലാ കാലത്തും ഇപ്പൊ ഞാൻ ഈ കോൺഗ്രസിന്റെ ഇന്ദിരാഗാന്ധിക്കെതിരായ മൂവ്മെന്റുകളിൽ മുമ്പിൽ നിന്ന് അന്നത്തെ ഈ പറയുന്ന സ്റ്റുഡൻസ് മൂവ്മെന്റുകളൊക്കെയാണ്. അപ്പൊ ആ ജെൻസികളെ അനാവശ്യമായി പ്രകോപിപ്പിച്ച് ഒരു പെട്ടെന്ന് അവർ ശബ്ദം അങ്ങ് അടിച്ചമർത്തിയേക്കാം എന്ന രീതിയിൽ ഇറങ്ങി പുറപ്പെടുന്നത് ജനാധിപത്യത്തിന് തന്നെ ഭൂഷണമല്ല. അത് വേറെ മറ്റു വഴികളിലേക്ക് ആരെങ്കിലും കയ്യിലെ ചട്ടുകമായി അവർ മാറുന്നതിലേക്ക് ക്ഷണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാജ്യത്തെ ഭരണകൂടം ചെയ്യേണ്ടത് അവരെ കേൾക്കുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട CJI, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ടത് നിരുപാധികം മാപ്പ് പറഞ്ഞ് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുക എന്നുള്ളതാണ്. വസന്ത്, അദ്ദേഹം പറഞ്ഞത് അതിന്റെ വ്യാഖ്യാനങ്ങൾ തെറ്റായി പോയി എന്നുള്ളതാണ് സൂര്യകാന്ത് മിശ്ര പറയുന്ന കാര്യം. ഞാൻ വസന്തിലേക്ക് മടങ്ങി വരാം.